ഇതുപോലെയാണ് നമ്മൾ പുതിയ സ്വിഫ്റ്റിൽ ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ഇത് കാണാനുള്ള ആഗ്രഹം. 1 ഇയറോളം നമുക്കിതിന് വാറണ്ടി ഉണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്നത് നാപ്പ ലെതറാണ്, എക്സ്ട്രാ ഫോമും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മുടെ ആഷിഖ് എന്ന് പറഞ്ഞ സുഹൃത്താണ് കേട്ടോ ഈ വാഹനം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം റഹീം ഇപ്പോൾ ഖത്തറിലാണ്, അതുകൊണ്ട് ആഷിഖിൻ്റെ കൊടുത്തിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു cartechsr മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നല്ല മനോഹരമായൊരു സീറ്റ് കവർ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗൾഫിലുള്ള റഹീം എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ചേർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആൾ താമസിക്കുന്നത്. ആളിപ്പോൾ ഖത്തറിലാണ്. അവിടെ നിന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സംസാരിച്ച് ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഇട്ട് ആൾക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ആളിപ്പോൾ ആളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ ഈ വാഹനം നമ്മുടെ അടുത്ത് വർക്കിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഏകദേശം എല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം, സീറ്റ് കവർ, ഇതെല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് എടുത്തിരിക്കുന്നവർ, LXi ആയാലും VXi ആയാലും സ്വിഫ്റ്റ് എടുത്തിരിക്കുന്നവർക്ക് എങ്ങനെ സീറ്റ് കവർ ചെയ്യാം, എങ്ങനെയാണ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്യാം, ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എത്ര ബഡ്ജറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളും ചെയ്തിരിക്കുന്ന ക്യാമറ അതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന സിസ്റ്റം, അതിൻ്റെ പാനൽ, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പിറകിലായിട്ട് നമ്മളൊരു ബട്ടൺ ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനി കൊടുത്തിരിക്കുന്ന ആ സെൻസറുകളുടെ അതേ നിരയിൽ തന്നെയാണ് നമ്മൾ ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 1 ഇയറോളം വാറണ്ടി ഉള്ള ഒരു ക്യാമറയാണ് കേട്ടത്. അതും നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ് നമ്മുടെ ഈ ക്യാമറയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. കൂടാതെ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് സീറ്റ് വർക്കാണ്. സീറ്റിൻ്റെ വർക്ക് നമ്മൾ നല്ലൊരു റെഡ് പോലെയുള്ള ഒരു കളറും അതുപോലെ തന്നെ ഫുൾ ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ ഇന്ന് സീറ്റ് കവറിനായിട്ട് ഈ വണ്ടിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൾ പ്രത്യേകം പറഞ്ഞ് ഡിസൈൻ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത്. അപ്പോൾ ഈ മോഡലാണ് നമ്മളിന്ന് അറ്റാച്ച്ഡ് ഹെഡ് റെസ്റ്റാണ് LXi സ്വിഫ്റ്റിൽ നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോഡൽ നല്ലൊരു ഭംഗിയുള്ളൊരു മോഡൽ തന്നെയാണ് നമ്മൾ ഈ സീറ്റ് വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ബാക്ക് ഡോറ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതേ ബാക്ക് സീറ്റും അതേപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ നാപ്പ ലെതറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സീറ്റ് വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. 1 ഇയറോളം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഫോമും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ സീറ്റ് വർക്ക് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ നാപ്പ ലെതറിൽ നമ്മൾ സീറ്റ് വർക്ക് ചെയ്യുന്നത് 5000 നോർമൽ സ്റ്റീരിയോ ആണ് ഇരുന്നിരുന്നത്. അത് നമ്മൾ ഊരി മാറ്റി അതിന് പകരം 9 ഇഞ്ചിൻ്റെ ഫുൾ ആൻഡ്രോയിഡാണ് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മളൊരു ബാക്ക് ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്ന് കാണാം. ഇത് ഏറ്റവും പുതിയ വേർഷനാണ്. വരുമ്പോൾ അതിൽ സ്റ്റീരിയോ ഇല്ലാത്ത മോഡലാണ് വരുന്നത്. അപ്പോൾ ഇത് ആൾ മുമ്പ് എവിടുന്നോ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഒരു സിംഗിൾ ഡിൻ സ്റ്റീരിയോ ആണ് ഇതിൽ മുമ്പ് ഫിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഫ്രെയിമും കാര്യങ്ങളെല്ലാം അടക്കം ഇത് ഊരി എടുത്തിട്ടാണ് ഇപ്പോൾ പുതിയ പാനലും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് 9 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്ത്. ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മുടെ കാറുകളിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാത്തവരും ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇത്രയും കൃത്യമായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളൊരു ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് 8500-നാണ് നമ്മൾ ഈ ക്യാമറ അടക്കം 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അടക്കം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനുള്ള ആൻഡ്രോയിഡ് സിസ്റ്റമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടച്ച് നല്ല സോഫ്റ്റ് ടച്ചിലുള്ളതാണ്. ഗൊറില്ല ഗ്ലാസ് ആണ് ഇതിന് വരുന്നത്. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ ഫിലിം കാണുന്നതിനും കൂടാതെ നമുക്ക് നാവിഗേഷൻ പർപ്പസ്, റൂട്ട് മാപ്പ് നമുക്കിതിന് കാണുന്നതിനും എല്ലാം നല്ല ക്വാളിറ്റിയിൽ നമുക്കിത് കാണാൻ പറ്റും. കൂടാതെ നമുക്കിതിന് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ ഉണ്ടെങ്കിൽ VXi പോലെയുള്ള വാഹനങ്ങളാണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ പെയറിങ്ങും കാര്യങ്ങളെല്ലാം നമുക്കിതിനുണ്ടാവും. ഇതിൻ്റെ പാനൽ, അതുപോലെ തന്നെ വയറിങ്, കപ്ലർ, സോക്കറ്റുകൾ, ക്യാമറ, ബാക്ക് ക്യാമറ. ഇനി ഇതിൻ്റെ ബാക്ക് ക്യാമറ നമുക്കൊന്ന് കാണാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനും നമ്മൾ 1 ഇയറോളം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന ഒരു ക്യാമറ തന്നെയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും
ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരന് വേണ്ടി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോ. കൂട്ടുകാരൻ അവിടെ ഇരുന്ന് വീഡിയോയിൽ കാണട്ടെ. വർക്ക് കാര്യങ്ങളൊക്കെ നല്ല വർക്കുകൾ തന്നെയായിരുന്നു. ഇവരെ കാര്യങ്ങളൊക്കെ പക്കയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ ഇവരതിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതാണ് അതിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, തീർച്ചയായും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ വാറണ്ടിയോടുകൂടി. മറ്റുള്ളവർ പറയുന്ന പോലെയുള്ള ഒരു പേടി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. വയർ കട്ടിങ്ങിലൂടെ വാറണ്ടി നഷ്ടപ്പെടും. അതുപോലെ നിങ്ങളുടെ വാഹനം തീ പിടിക്കും, ക്യാമറ വെച്ച് കഴിഞ്ഞാൽ വാഹനം കത്തിപ്പിടിക്കും, അങ്ങനെയുള്ള ഒരു വ്യാജ പ്രചരണങ്ങളിലൊന്നും നിങ്ങൾ വീഴരുത്. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മുടെ പുതിയ വാഹനങ്ങളിലേക്ക് ഉണ്ടാകുകയില്ല. അത്തരത്തിലുള്ള ഒരു വർക്കുകളൊന്നും നമ്മുടെ ഷോപ്പുകളിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നല്ല ടെക്നീഷ്യന്മാരായിട്ട് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം അതിൻ്റേതായ പെർഫെക്ഷനോട് കൂടിയാണ് ഓരോ വർക്കുകളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി ഞാനിനി വീണ്ടും വരും. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്കുണ്ടാവണം. കൂടാതെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ